രൂപമില്ലാത്ത ഒരു ഗ്രന്ഥത്തിൽ നിന്നുള്ള പ്രഭാഷണങ്ങളാണ് ഈ ദിവസങ്ങൾ ഇവിടെ നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ കുടുംബസമേതം ഈ യോഗങ്ങൾ വന്ന് കേൾക്കേണ്ടതാണ്. ഇത് പ്രസംഗിക്കുന്നവർ ഭാഗ്യവാന്മാർ, ഇത് കേൾക്കുന്നവർ ഭാഗ്യവാന്മാർ, ഇത് വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. ഇതിലെ ചരിത്രങ്ങൾ എത്രയോ അത്ഭുതകരമാണ്. ഒരു റോമൻ സാമ്രാജ്യത്തെ കുറിച്ച്, അതിലൊരു ഗവർണറായിരുന്ന ഒരു പീലാത്തോസിനെ കുറിച്ച്, ഒരു ജൂത മതത്തെ കുറിച്ച്, അതിന്റെ പുരോഹിതന്മാരായിരുന്ന കയ്യാഫാവിനെ കുറിച്ച്, ഹന്നായെ കുറിച്ച് ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ബൈബിൾ വചനങ്ങൾ ചരിത്രത്തിൽ ആർക്കും നിഷേധിക്കുവാൻ കഴിയാത്ത യാഥാർത്ഥ്യങ്ങളാണ്. ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെല്ലാം ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. അതിനെല്ലാം ഉപരി ഈ ബൈബിൾ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഞാൻ കഥ കേട്ടിട്ടുണ്ട്, ആധികാരികമായിട്ട് ശരിയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അത് ഇപ്രകാരമാണ്. ഒരിക്കലൊരു നിരീശ്വരനായ സായിപ്പ് ഒരു ആഫ്രിക്കൻ വനാന്തരത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ ബൈബിൾ വായിക്കുന്നതായി കണ്ടുവെന്നാണ് ആ കഥ. ആഫ്രിക്കയിലുള്ളവർ ആ കാലങ്ങളിൽ എഴുത്തും വായനയും അറിയാത്തവരാണ്. അദ്ദേഹം ഇങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന കണ്ട് ഈ നിരീശ്വരനായ സായിപ്പ് ചോദിച്ചു, താങ്കൾ ഒരുവിധം വിദ്യാഭ്യാസമുള്ളവരാണെന്ന് തോന്നുന്നല്ലോ, എന്നിട്ടും ഈ പഴഞ്ചൻ ഗ്രന്ഥം നിങ്ങൾ എന്തുകൊണ്ട് വായിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു മറുപടിയും പറയാതെ ഈ സായിപ്പിന്റെ കൈ പിടിച്ചുകൊണ്ട് തന്റെ വീടിന്റെ പുറകിലേക്ക് പോയി ഒരു വലിയ കുഴിയുടെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ആ കുഴിയിലേക്ക് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ അവിടെ കണ്ടത് മനുഷ്യന്റെ തലയോട്ടികൾ. പിന്നെ അത് വിടുകയല്ലായിരുന്നു. എന്നാൽ നീ മടയന്മാരുടെ ഗ്രന്ഥം എന്ന് പറഞ്ഞ ഈ ബൈബിൾ എന്നെ രൂപാന്തരപ്പെടുത്തി മനുഷ്യനാക്കിയത് കൊണ്ട് നിനക്ക് ജീവനോട് പോകാം. ഈ ബൈബിൾ ഇന്നും ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. ഈ ബൈബിളിലെ കേന്ദ്ര ബിന്ദു നസ്രയനായ യേശു ക്രിസ്തുവാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം എന്ന് പൗലോസ് ശ്ലീഹ ഓർപ്പിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ 4 ആഗമനങ്ങളെ കുറിച്ച്, വരവുകളെ കുറിച്ച് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും യേശുക്രിസ്തു മനുഷ്യനായി ജനിക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ 2000 വർഷം മുൻപ് ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയ 39 പുസ്തകങ്ങൾ ഈ ലോകത്തിൽ എബ്രായ, ഗ്രീക്ക്, ആരാമിക് ഭാഷകളിൽ പ്രസിദ്ധം ചെയ്തിരുന്നു. നിങ്ങൾക്കത് അത്ഭുതമായി തോന്നുന്നു? എന്റെ 2 ജീവചരിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ജനിക്കുന്നതിന് മുൻപേ എന്റെ മാതാപിതാക്കൾക്കോ മറ്റാർക്കുമോ എന്നെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ലോകത്തിലുള്ള എല്ലാ മഹാന്മാരുടെയും ചരിത്രങ്ങൾ അവർ ജനിച്ചതിന് ശേഷം എഴുതിയിട്ടുള്ളതാണ്. എന്നാൽ യേശുക്രിസ്തു ജനിക്കുന്നതിന് അനവധി വർഷങ്ങൾക്ക് മുൻപ് തന്നെ കുറിച്ച് 39 പുസ്തകങ്ങൾ എഴുതിയിരുന്നു. ഉൽപ്പത്തി മുതൽ മലാക്കി വരെ, BC 1500 മുതൽ BC 400 വരെയുള്ള കാലഘട്ടത്തിൽ എബ്രായ, ആരമിക് ഭാഷകളിൽ എഴുതിയ ഈ 39 പുസ്തകങ്ങൾ ടോളമിയുടെ കാലത്ത് അന്നത്തെ വിശ്വഭാഷയായ ഗ്രീക്കിലേക്ക് ഈജിപ്തിലെ അലക്സാന്ദ്രിയയിൽ വെച്ച് പരിഭാഷപ്പെടുത്തി. അതിന് സെപ്റ്റുവജിന്റ് എന്ന് പറയും. മഹാനായ അലക്സാണ്ടർ കാബൂൾ വഴി പഞ്ചാബെല്ലാം പിടിച്ചടക്കി ഇന്ത്യയിൽ വന്ന് തിരിച്ച് ഇറാഖിൽ വെച്ച് മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സൈന്യാധിപനായ ടോളമി അലക്സാന്ദ്രിയ കേന്ദ്രമാക്കി ഭരണം നടത്തിയ ചരിത്രം നമ്മൾക്കറിയാമല്ലോ. ആ ടോളമി അലക്സാന്ദ്രിയയിൽ വെച്ച് യേശുവിനെ കുറിച്ച് എഴുതിയ 39 പുസ്തകങ്ങൾ അന്നത്തെ വിശ്വഭാഷയായിരുന്ന ഗ്രീക്കിലേക്ക് പരിഭാഷപ്പെടുത്തി. ആ 39 പുസ്തകങ്ങൾ ജൂതന്മാർ
തങ്ങളുടെ മതഗ്രന്ഥമായിട്ട് അംഗീകരിക്കുന്നു. ബൈബിളിൽ അത് പഴയ നിയമമായിട്ട് പറയുന്നു. ആ 39 പുസ്തകങ്ങളിൽ വായിച്ചാണ് യേശു ഇവിടെ പ്രസംഗിച്ചത്. തന്നെ കുറിച്ച് എഴുതിയിരുന്ന 39 പുസ്തകങ്ങൾ, തന്നെ കുറിച്ച് പ്രവചിച്ചിരുന്ന 39 പുസ്തകങ്ങൾ, തന്നെ കുറിച്ച് പാട്ടുകൾ പാടിയ, തന്നെ കുറിച്ച് കവിതകൾ എഴുതിയ 39 പുസ്തകങ്ങളെ കർത്താവ് വ്യാഖ്യാനിക്കുകയും കർത്താവ് അത് വെച്ച് ജനങ്ങളെ ഉപദേശിക്കുകയും ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഇതിൽ ക്രിസ്തുവിന് മുൻപ് അല്ലെങ്കിൽ BC 400 എഴുതി അവസാനിപ്പിച്ച മലാക്കി വരെയുള്ള ഈ 39 പുസ്തകങ്ങളിൽ ക്രിസ്തുവിന്റെ 4 ആഗമനങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ക്രിസ്തു മനുഷ്യനായി ജനിക്കുന്നതിന് മുൻപ് ക്രിസ്തുവിന്റെ ഒരു മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തുവിന്റെ 4 അവതാരങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ. ഒന്നാമത്തെ അവതാരം, അല്ലെങ്കിൽ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആഗമനം, മനുഷ്യനായി മനുഷ്യന് വേണ്ടി വരും എന്നുള്ളതാണ്. ആ വരവിനെ കുറിച്ചുള്ള ആദ്യത്തെ പ്രഭാഷണം ഈ ഭൂമിയിൽ നടത്തുമ്പോൾ ഇവിടെ മതങ്ങളില്ല, ഇവിടെ സംസ്കാരങ്ങളില്ല, ഇവിടെ പട്ടണങ്ങളില്ല, ഇവിടെ സാമ്രാജ്യങ്ങളില്ല, ഇവിടെ രാജ്യങ്ങളില്ല. ഭൂമിയിൽ 2 മനുഷ്യർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആദമും ഹവ്വയും. അവരോട് ദൈവം തന്നെ, യഹോവയായ ദൈവം തന്നെ ഒരു പ്രഭാഷകനായി ഇറങ്ങി വന്നുകൊണ്ട് യേശുവിനെ കുറിച്ച് പറയുകയാണ്. മാനവലോകത്തെ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തെ പാപത്തിലേക്ക് വീഴ്ത്തിക്കളയുന്ന സാത്താനാകുന്ന സർപ്പത്തിന്റെ തല തകർക്കേണ്ടതിന് വേണ്ടി സ്ത്രീയുടെ സന്തതിയായി യേശു കടന്നു വരും. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ. ഞാൻ ഈ പറഞ്ഞ കാര്യം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായിരുന്നു യേശുവിനെ കുറിച്ചുള്ള ആദ്യത്തെ പ്രസംഗം, യേശുവിനെ കുറിച്ചുള്ള ആദ്യത്തെ പ്രഭാഷണം. പിന്നെ ആദമിനും ഹവ്വയ്ക്കും മക്കൾ ജനിച്ചു. അവരിൽ ചിലരെ ദൈവം പ്രവാചകന്മാരായും പുരോഹിതന്മാരായും തെരഞ്ഞെടുത്തു. അവരിലൂടെ ദൈവം ജനങ്ങളോട് സംസാരിക്കുവാനായി തുടങ്ങി. യേശു മനുഷ്യനായി ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുൻപ്, 7 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഫലസ്തീനിൽ ജീവിച്ചിരുന്ന യെശയ്യാവ് ഇങ്ങനെ പറഞ്ഞു: യേശു ഒരു കന്യകയിലൂടെയായിരിക്കും ജനിക്കുവാൻ പോകുന്നത്. യെശയ്യാ പ്രവചനം 7:14 അത് എഴുതി വെച്ചിട്ടുണ്ട്. യേശു കന്യകയിൽ ജനിച്ച കാര്യം നമുക്കറിയാമല്ലോ. ക്രിസ്തു മനുഷ്യനായി ജനിക്കുന്നതിന് 500 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മീഖാ പ്രവാചകൻ പറഞ്ഞത് കന്യകാസുതനായി ജനിക്കുവാൻ പോകുന്ന യേശു ബേത്ലഹേമിലായിരിക്കും എന്നാണ് അദ്ദേഹം പ്രവചിച്ചത്. മീഖാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കന്യകാസുതനായി ബേത്ലഹേമിൽ ജനിക്കുവാൻ പോകുന്ന മശിഹ ദരിദ്രന്മാരോട് സുവിശേഷം പറയുമെന്നും അന്ധന്മാർക്ക് കാഴ്ച കൊടുക്കുമെന്നും ബദ്ധന്മാരെ വിടുവിക്കുമെന്നും അങ്ങനെയുള്ള ദൗത്യം താൻ ഭൂമിയിൽ ചെയ്യുമെന്നും യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുകയുണ്ടായി. യെശയ്യാ പ്രവചനം 61-ാം അധ്യായത്തിൽ ആ പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യനായി ജനിക്കുവാൻ പോകുന്ന മശിഹയുടെ കാൽക്കരങ്ങൾ തുളയ്ക്കപ്പെട്ടു വിടുമെന്നും തന്റെ വസ്ത്രം മറ്റുള്ളവർ പകുത്തെടുക്കുമെന്നും ദാഹം കൊണ്ട് തന്റെ നാവുകൾ അണ്ണാക്കോട് വറ്റത്തക്ക നിലയിലുള്ള ഒരു വലിയ ക്രൂശീകരണത്തിലേക്ക് താൻ നയിക്കപ്പെടുമെന്നും ഇസ്രായേലിന്റെ രാജാവായിരുന്ന ദാവീദ് പ്രവചിക്കുകയുണ്ടായി. BC 1000 ക്രിസ്തു മനുഷ്യനായി ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് 22-ാം സങ്കീർത്തനത്തിൽ ആ പ്രവചന ഗീതങ്ങൾ നമുക്ക് വായിക്കുവാനായി കഴിയും. മാനവലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി, സമാധാനത്തിനായി, അവരുടെ രോഗസൗഖ്യത്തിനായി ഒരു യാഗമൃഗം യാഗമാകുന്നത് പോലെ യേശു യാഗമാകുമെന്നും ആളെ കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് താൻ വിരൂപനാക്കപ്പെടുമെന്നും തന്റെ മരണം ഒരു യാഗമായിരിക്കുമെന്നും തന്റെ മരണത്തിലൂടെ മാനവലോകത്തിന് പാപമോചനമുണ്ടാകുമെന്നും പാപമോചനത്തിന് വേണ്ടിയാണ് താൻ മരിക്കാൻ പോകുന്നതെന്നും യെശയ്യാവ് പ്രവചിക്കുകയുണ്ടായി. യെശയ്യാ പ്രവചനം 53-ൽ എഴുതിയിട്ടുണ്ട്. BC ഏകദേശം 675-ലാണ് യെശയ്യാവ് ഈ പ്രവചനം നടത്തിയത്.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ കൈയെഴുത്ത് പ്രതികൾ ഇന്ന് ലഭ്യമാണ്. വേദപഠിതാക്കൾ ഒരു വലിയ പഠന വിഷയമാണ് ചാവുകടൽ ചുരുൾ എന്ന പേരിൽ ഉള്ള പുസ്തകങ്ങൾ. ചാവുകടലിന്റെ തീരങ്ങളില്, കുമ്രാൻ പർവ്വതങ്ങളില് സ്നാപക യോഗന്നാന്റെയും ഒക്കെ സംഘത്തിലുള്ളവർ, എസൻസുകാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് യേശു ജനിക്കുന്നതിന് മുൻപേ ജീവിച്ചിരുന്ന ഒരു സംഘം അന്നത്തെ ഈ 39 പുസ്തകങ്ങൾ, തോൽച്ചുരുളുകൾ എഴുതിയിരുന്ന ഈ പുസ്തകങ്ങൾ ഭരണികളിലും മറ്റും സൂക്ഷിച്ചു വെച്ച് വലിയ ഗുഹകളിൽ കൊണ്ടുപോയി ഒളിച്ചു വെച്ചു. അത് പിൽക്കാലങ്ങളിൽ കണ്ടെടുത്തു. അതിനാണ് ചാവുകടൽ ചുരുളെന്ന് പറയുന്നത്. കോടിക്കണക്കിന് രൂപ മുടക്കി, അത് പണം മുടക്കി അതിന് ബ്രിട്ടീഷ് മ്യൂസിയത്തിലും